ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡിബേറ്റ് സീസൺ 2 രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡും സീസണും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ലൈക്ക് കാർഡിലെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. സോ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ പണ്ട് മനുഷ്യന്മാർ എൽഫുകളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അവരെ ആക്രമിച്ച് മനുഷ്യന്മാർ അവരുടെ സ്വത്ത് കൈക്കലാക്കി. ഒരുപാട് എൽഫുകളായിട്ടുള്ള സ്ത്രീകളെ അവർ പിടിച്ചുകൊണ്ടുപോയി വിറ്റു. പണ്ട് തൊട്ടേ എൽഫുകളെ മനുഷ്യന്മാർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കേട്ട് വളർന്ന ഒരു കുട്ടിയാണ് ടെസിയ. അവൾക്ക് മനുഷ്യന്മാർ എത്രത്തോളം ദുഷ്ടന്മാരാണെന്ന് മനസ്സിലായത് പണ്ട് അവളെയും കുറച്ച് മനുഷ്യന്മാർ ചേർന്ന് പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ്. പക്ഷേ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയല്ല. ആ ഒരു കാര്യം അന്ന് അവൾക്ക് മനസ്സിലായി. കാരണം അന്ന് മനുഷ്യനായ ആർത്തർ അവരുടെ അടുത്ത് നിന്ന് അവളെ രക്ഷപ്പെടുത്തി. എന്നിട്ട് അവന്റെ വീട്ടിലേക്ക് പോലും അവൻ തിരിച്ചു പോവാതെ അവളെ അവളുടെ സ്വന്തം രാജ്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന ടെസി എവിടെയാണെന്ന് വെച്ചാൽ അവളുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവൾ മനുഷ്യന്മാരുള്ള സ്ഥലത്താണുള്ളത്. അവളുടെ കൂടെ തന്നെ അവളെ സഹായിക്കാൻ രണ്ട് ആൾക്കാരുണ്ട്. ഒന്ന് നമ്മൾ സീസൺ 1 കണ്ട ഫെയറിത്ത്, രണ്ടാമത്തത് വിയോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഫെയറിത്ത് ഇപ്പൊ ആള് കുറച്ച് സീരിയസ് ആണ്. പക്ഷെ ടെസിയയ്ക്കും വിയോയ്ക്കും കുട്ടിക്കളി മാറിയിട്ടില്ല. അവർക്ക് 3 പേർക്കും ഒരു മിഷൻ ഉണ്ട്, ഒരു കാട്ടുപന്നിയെ ഹണ്ട് ചെയ്യാൻ. പക്ഷെ അവർ വന്നിരിക്കുന്നത് മനുഷ്യന്മാരുടെ സ്ഥലത്താണ്. ആ സ്ഥലം അവർക്ക് അത്ര നല്ലതല്ല. കാരണം മനുഷ്യന്മാരും എൽഫുകളും തമ്മിൽ എപ്പോഴും പ്രശ്നത്തിലാണ്. മനുഷ്യന്മാർ പണ്ട് മുതലേ എൽഫുകളെ ഉപദ്രവിക്കുന്നതാണ്. തിരിച്ച് എൽഫുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ രണ്ട് കിങ്ഡത്തിലെ ജനങ്ങൾക്കിടയിലും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എൽഫുകളായ ടെസിയയ്ക്കും അവളുടെ കൂട്ടുകാർക്കും ഇവിടെ വെച്ച് ഒരു സഹായം കിട്ടില്ല. മനുഷ്യന്മാർ ഒരാൾ പോലും അവരെ സഹായിക്കില്ല. അവരുടെ ആ ഒരു മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരിയ്ക്കുന്ന ആ ബാറിൽ വെച്ച് കുറച്ച് മനുഷ്യന്മാർ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ടെസിയെ വിട്ടുകൊടുക്കുവോ? അവൾ എല്ലാത്തിനെയും തൂക്കിയെടുത്തടിച്ചു. എന്നിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അവര് 3 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇനി അങ്ങോട്ട് മനുഷ്യന്മാരുള്ള ഈ സ്ഥലത്ത് അവർക്ക് ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വരും. മനുഷ്യന്മാർ തന്നെ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്ന സ്ഥലമാണിത്. അവിടേക്കാണ് എൽഫുകളുടെ കിങ്ഡത്തിൽ നിന്ന് ഈ 3 എൽഫുകൾ വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഇപ്പൊ ടെസിയയും അവളുടെ കൂടെയുള്ള ഫ്രണ്ട്സും ഒരു കാർട്ടിൽ കയറി അവരുടെ മിഷന് വേണ്ടി അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവളുടെ മുത്തച്ഛൻ അവൾക്ക് വേണ്ടി കൊടുത്തൊരു ലെറ്റർ വായിക്കുന്നു. അതിൽ അവളുടെ മുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് ആ സ്ഥലത്തെ ടെസിയെ എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം. മനുഷ്യന്മാരും എൽഫുകളും ഡ്വാർഫുകളും തമ്മിൽ പണ്ട് എപ്പോഴും യുദ്ധമായിരുന്നു. പക്ഷേ ഇപ്പോ 3 കിങ്ഡത്തിലെയും രാജാക്കന്മാർ ചേർന്ന് ഒരു ഒത്തുതീർപ്പിലെത്തി. അവരുടെ ജനങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനും ഫൈറ്റ് ചെയ്യില്ല. പകരം 3 കിങ്ഡവും ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകും. അവർക്കിടയിൽ പഴയതുപോലെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു 3 കിങ്ഡം ട്രേറ്റ് അവർ മുന്നോട്ട് വെച്ചു. 3 കിങ്ഡത്തിലെയും ജനങ്ങൾക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ. പക്ഷേ ഈ കാര്യം ഗവൺമെന്റ് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. അവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. അവർക്ക് ഈ 3 കിങ്ഡം ട്രേറ്റ് ചെയ്യുന്നൊന്നുമില്ല. മറ്റ് റേസസിലെ ആൾക്കാരെ കണ്ട അവർക്ക് പൊളിഞ്ഞു കയറും. ജനങ്ങൾക്ക് ഇപ്പോഴും മറ്റ് റേസസിലെ ആൾക്കാരെ ഇഷ്ടമല്ല. പക്ഷേ പതിയെ പതിയെ അവർ ഈ മനുഷ്യന്മാർക്കിടയിലുള്ള വേർതിരിവ് മാറ്റിയെടുക്കണം. ഇതിനു വേണ്ടിയാണ് ടെസയും അവളുടെ കൂടെയുള്ള ഫ്രണ്ട്സും ആ സ്ഥലത്തേക്ക് വന്നത്. എൽഫുകളും മനുഷ്യന്മാരും തമ്മിലുള്ള വേർതിരിവ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി. പക്ഷേ മറ്റു റേസസിലുള്ള ആൾക്കാർ ഒരു രാത്രി കൊണ്ട് പെട്ടെന്ന് ഒന്നിക്കണമെന്ന് പറഞ്ഞാൽ അവരാരും അത് ഏറ്റെടുക്കില്ല. അവർക്ക് ആർക്കും അങ്ങനെ ചെയ്യാനും കഴിയില്ല. ഇപ്പൊ അവർ കാർട്ടിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വരെ കുറച്ച് കൊള്ളക്കാർ അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാരണം എൽഫുകളെ പിടിച്ച് മാർക്കറ്റിൽ വിറ്റ ഒരുപാട് പൈസ കിട്ടും. അതിനുവേണ്ടി അവരെ മനുഷ്യന്മാർ പിടിക്കാൻ ശ്രമിക്കും. അവർ ആ കൊള്ളക്കാരെയൊക്കെ മറികടന്ന് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവരെ കാർട്ടിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ വരെ അവരെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ടെസയും ഫ്രണ്ട്സും ചേർന്ന് അവരെ അടിച്ചിട്ടു. ഈ ഒരു കാര്യമാണ് അവളുടെ മുത്തശ്ശൻ കത്തിൽ പറഞ്ഞത്. ആ 3 കിങ്ഡത്തിന്റെ ഇടയിലും ഒരു 3 കിങ്ഡം ട്രേറ്റ് ഉണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെയല്ല. അവർക്ക് എപ്പോഴും 3 റേസസിലെ ആൾക്കാരും 3 ആൾക്കാരാണ്. ഒരു വിഭാഗത്തിലെ ആൾക്കാരും മറ്റു വിഭാഗത്തിലെ ആൾക്കാരെ അവരുടെ കൂടെ ചേർക്കില്ല. അതും പെട്ടെന്നൊരു ദിവസം കൊണ്ട് ചെയ്തെടുക്കാനൊന്നും കഴിയില്ല. പതിയെ പതിയെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ സഹായിച്ച് അവരുടെ കൂടെ നിന്ന് അങ്ങനെയൊക്കെ പറ്റും. ഇപ്പൊ ടെസയും അവളുടെ ഫ്രണ്ട്സിനെയും അവരുടെ കൂടെ വന്ന ആൾക്കാർ ചതിച്ചതുകൊണ്ട് അവർ സ്വന്തമായിട്ട് നടന്ന് അവരുടെ മിഷന് പോകുന്നു. അങ്ങനെ അവർ അടുത്തുള്ള ഒരു വില്ലേജിൽ ചെന്ന് കാട്ടുപന്നികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവരോട് ചോദിക്കുമ്പോൾ മനുഷ്യന്മാരും അവർക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, അവരെ സഹായിക്കുന്നില്ല. കാരണം അവർ എൽഫുകളാണല്ലോ. അതുകൊണ്ട് അവരെ കാണുന്ന മനുഷ്യന്മാർ അവരോട് അവിടെ നിന്ന് മാറിപ്പോവാൻ പറയാണ്. ഇതേ സമയത്ത് ഇവിടെ ഗിൽഡിലുള്ള ആർത്തർ ലൂക്കസിനെ കുറിച്ചും അവന്റെ ഫാമിലിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ലൂക്കസ് വൈക്സ് സാപ്പിൻ കിങ്ഡത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഫാമിലീസിലെ ഒരു ഫാമിലിയാണ് ലൂക്കസിന്റെ വൈക്സ് ഫാമിലി. അവരുടെ ഫാമിലിക്ക് വേണ്ടത് ശക്തിയാണ്. അവരുടെ ഫാമിലിക്ക് സ്ട്രോങ് ആവാനായിട്ട് അവർ എന്തും ചെയ്യും. ഉദാഹരണത്തിന് ലൂക്കസ് തന്നെ ഒരു ഹാഫ് എൽഫാണ്. എൽഫിനും മനുഷ്യനും ഉണ്ടായ കുട്ടിയാണ് ലൂക്കസ് വൈക്സ്. സാധാ മനുഷ്യന്മാരെ അപേക്ഷിച്ച് എൽഫുകൾക്ക് ജനിക്കുമ്പോഴേ മാജിക് പവേഴ്സ് കുറച്ച് കൂടുതലായിരിക്കും. അതായത് എലമെന്റ് ഉപയോഗിച്ചുള്ള മാജിക് അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും, അതിൽ മാസ്റ്റർ ചെയ്യാനും പറ്റും. സോ ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് വൈക്സ് ഫാമിലി എൽഫുകളെ വെച്ച് കുട്ടികളെ ഉണ്ടാക്കുന്നത്, അവരുടെ ഫാമിലിക്ക് പവർഫുൾ ആവാൻ വേണ്ടി. ഈ കാര്യങ്ങളൊക്കെ ആർത്തർ അവന്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ലൂക്കസ് ആവട്ടെ വെറുതെ ഇരിക്കുന്ന എലൈജ എന്ന് പറയുന്ന ഒരു പയ്യനെ ചൊറിയാൻ പോകുന്നു. ഹേയ് എലൈജ, നിന്നെപ്പോലെ ഒരു മനുഷ്യൻ എങ്ങനെയാ ഡ്വാർഫ് റോയൽ ഫാമിലിയുമായിട്ടൊരു ബന്ധം? ഇനി നീ ശരിക്കും ഒരു ഡ്വാർഫ് ആണോ എന്ന് എലൈജയോട് ലൂക്കസ്. അത് കേട്ട് അവിടെ ഇരിക്കുന്ന നമ്മുടെ ആർത്തർ ലൂക്കസിനോട്, അങ്ങനെയാണെങ്കിൽ നീ എൽഫാണോ? നിന്റെ ബോഡി പാർട്സ് കാണാൻ എൽഫുകളെ പോലെ ഉണ്ടല്ലോ. അത് കേട്ട് ലൂക്കസ് ആർത്തറിനോട്, എനിക്ക് എന്റെ മാജിക് പവേഴ്സ് പവർഫുൾ ആക്കണം. ഈ കിങ്ഡത്തിലെ എന്നല്ല, ഈ ഡിക്കേത്തൻ എന്ന കോണ്ടിനെന്റിലെ ഒരാൾ പോലും എന്റെ മാജിക് പവറിന് മുന്നിൽ മുട്ടുകുത്തണം. ഞാനായിരിക്കണം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ മേജ്. അതാണ് എന്റെ ഫാമിലിക്ക്
വേണ്ടത്, അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. അപ്പൊ ആർത്തർ, ഓ അങ്ങനെയാണോ, എന്നാ ശരി, ഗുഡ് ലക്ക് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ആർത്തർ അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നു. എന്ത് ഗുഡ് ലക്ക് എന്നോ, നീ എന്ത് ഉദ്ദേശത്തിലാ അങ്ങനെ പറഞ്ഞേ? ലൂക്കസ് ശ്രദ്ധിക്ക്, നമ്മുടെ രണ്ടുപേരുടെയും ആഗ്രഹത്തിന് വ്യത്യാസമുണ്ട്. എനിക്ക് നിന്റെ ആഗ്രഹം പോലെ സ്ട്രോങ് ആവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആർത്തർ അവിടേക്ക് വന്ന് ജാസ്മിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ജാസ്മിൻ ഒരു പുതിയ മിഷനുമായിട്ടാണ് അവന്റെ അടുത്തേക്ക് വന്നത്. ഇവിടെ ഇപ്പൊ ടെസിയും അവളുടെ ഫ്രണ്ട്സും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ആരും അവരെ സഹായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാട്ടുപന്നികൾ എവിടെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാനും കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് ചെറിയ കുട്ടികളാണ് അവരെ സഹായിക്കുന്നത്. ആ കുട്ടികൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കാരണം മാജിക് ബീസ്റ്റായ കാട്ടുപന്നികൾ അവരുടെ കൃഷിയെല്ലാം നശിപ്പിച്ച് അവരെ ഉപദ്രവിക്കാറുണ്ട്. അതുകൊണ്ട് ഇവരവരെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ആ കുട്ടികൾ കാട്ടുപന്നികളുള്ള സ്ഥലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള രണ്ടുപേരും നോക്കി കാണുന്നുണ്ട്. ആ കാട്ടുപന്നികൾ അവിടേക്ക് കൊണ്ടുവന്നത് വരെ ഈ രണ്ടാൾക്കാരാണ്. 3 കിങ്ഡം ഒരുമിച്ച് ചേർന്ന് പോകുന്നത് എങ്ങനെയെങ്കിലും തടയണം. അതാണ് ഈ രണ്ടുപേർക്കും വേണ്ടത്. അതിന് ഇവർ ടെസിയെ തെരഞ്ഞെടുത്തതിന്റെ കാരണം അധികം ശക്തിയൊന്നുമില്ലാത്തൊരു സാധാ എൽഫ് പെൺകുട്ടിയാണെങ്കിൽ പോലും അവൾ എലനോർ കിങ്ഡത്തിന്റെ പ്രിൻസസ് ആണ്. അതുകൊണ്ട് അവൾക്ക് ഇപ്പൊ ഈ മനുഷ്യന്മാരുടെ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഈ 3 കിങ്ഡത്തിനെയും ബാധിക്കും. ഇതിനുവേണ്ടി ഈ രണ്ടുപേരും ടെസിയെ തെരഞ്ഞെടുത്തു. ഇപ്പൊ ടെസിയും അവളുടെ ഫ്രണ്ട്സും ആ കാട്ടുപന്നികളെ കൊല്ലാനെത്തി. ആ മാന ബീസ്റ്റിന് അവർ വിചാരിച്ചതിനേക്കാളും വലുപ്പവും ശക്തിയുണ്ട്. അങ്ങനെ അവരിപ്പോ 3 പേരും ആ ബീസ്റ്റിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാണ്. 3 പേരും ഒരേ സമയത്ത് ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് അതിനെ കൊന്നു എന്ന് വിചാരിച്ചു. എന്നാൽ ആ മാന ബീസ്റ്റിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. തുടർന്ന് അവർ വീണ്ടും അറ്റാക്ക് ചെയ്തു. പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോഴാണ് അവർക്ക് 3 പേർക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്. ആ മാന ബീസ്റ്റിനെ എത്ര അറ്റാക്ക് ചെയ്തിട്ടും കാര്യമില്ല. അതിന്റെ ശരീരത്തിൽ ഒരു മാജിക് റെസിസ്റ്റന്റ് ബാരിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാജിക് ഉപയോഗിച്ച് അവർ എത്ര അറ്റാക്ക് ചെയ്താലും ആ മാന ബീസ്റ്റിന് ഒന്നും തന്നെ സംഭവിക്കില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കി അവർ പെട്ടെന്ന് തന്നെ പേടിച്ച് തിരിഞ്ഞോടുന്നു. പക്ഷെ എന്നിട്ടും ആ കാട്ടുപന്നി അവരെ വിടുന്നില്ല. അത് അവരുടെ പുറകെ തന്നെ അവരെ കൊല്ലാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. അപ്പോഴും അവർ വീണ്ടും അവരുടെ തെറ്റ് മനസ്സിലാക്കാതെ ആ ബീസ്റ്റിനെ മാജിക് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ യാതൊരു പ്രയോജനമില്ല. ഉടനെ ആ ബീസ്റ്റിന്റെ അറ്റാക്ക് കാരണം കൂട്ടത്തിലെ വിയോയ്ക്ക് പരിക്ക് പറ്റി താഴെ വീണു. അപ്പൊ ആ ബീസ്റ്റ് പെട്ടെന്ന് താഴെ കിടക്കുന്ന അവളെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഫെയറിത്ത് അവന്റെ പവർ ഉപയോഗിച്ച് അവളെ രക്ഷപ്പെടുത്തി. എന്നിട്ട് 3 പേരും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് വീണ്ടും അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഫെയറിത്ത് അതിന്റെ ശ്രദ്ധ തിരിക്കുന്ന സമയത്ത് വിയോ അവളുടെ എർത്ത് എലമെന്റ് ഉപയോഗിച്ച് ഒരു കുഴി ഉണ്ടാക്കി അതിനെ അതിലേക്ക് ട്രാപ്പ് ചെയ്യും. ആ സമയത്ത് ടെസി അവളുടെ വിൻഡ് എലമെന്റ് ഉപയോഗിച്ച് വലിയ പാറക്കല്ലുകൾ ഉയർത്തി അതിന്റെ തലയിലേക്ക് കൊണ്ടുവന്നിട്ടു. അങ്ങനെ ആ ബീസ്റ്റിന്റെ കഥ കഴിഞ്ഞു. എന്നവർ 3 പേരും വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ബീസ്റ്റ് എഴുന്നേറ്റ് വന്ന് അവരെ 3 പേരെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ടെസിയെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നതുകൊണ്ട് മറ്റു 2 പേരെ അവളെ രക്ഷപ്പെടുത്തി. എൽഫുകൾക്ക് മാജിക് പവേഴ്സ് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ അവരുടെ ബോഡി വളരെ വീക്കാണ്. ഈ ഒരു കാര്യം കൊണ്ട് അവർക്ക് ആ ബീസ്റ്റിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനേ കഴിയുന്നില്ല. അവരുപയോഗിക്കുന്ന മാജിക് ആവട്ടെ അതിന്റെ ദേഹത്ത് വർക്ക് ആവുന്നില്ല. അപ്പൊ ടെസി ആർത്തറിന്റെ കൂടെ അവള് ചെലവഴിച്ച സമയത്തെ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചെടുക്കുന്നു. അന്ന് ആർത്തർ അവൾക്ക് മാന എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് മാജിക് കാസ്റ്റ് ചെയ്യാൻ മാത്രമല്ല അവരുടെ ശരീരം വരെ അവർക്ക് എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഈ കാര്യങ്ങൾ ആലോചിക്കുന്ന ടെസിയ പണ്ട് ആർത്തർ അവൾക്ക് കാണിച്ചു കൊടുത്തതുപോലെ അവളും ചെയ്യുന്നു. അവനെ പോലെ അവളും മാന കൺട്രോൾ ചെയ്ത് അവളുടെ വീക്കായ ശരീരം മുഴുവൻ എൻഹാൻസ് ചെയ്തു. അവൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് മാറി. അപ്പൊ ആ സമയത്ത് അവൾക്ക് നേരെ ഓടി വരുന്ന ബീസ്റ്റിന് നേരെ ടെസിയെ ഒരു 1.5 പഞ്ച് ചെയ്യുന്നു. മാന ഉപയോഗിച്ച് അവളുടെ ശരീരം സ്ട്രെങ്ത് ആക്കിയിട്ടുള്ള ഒരു ഒറ്റ പഞ്ചില് ആ ബീസ്റ്റ് അവസാനം താഴെ വീണു. അവളുടെ ഈ ഒരു ശക്തി കണ്ട് അവളുടെ കൂടെയുള്ള 2 പേരും ഷോക്കായി. പക്ഷേ കൊടുത്ത പഞ്ചിൽ ടെസിയുടെ കൈ ചെറുതായിട്ട് വേദനിച്ചു. ഇതേ സമയത്ത് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ 2 ആൾക്കാര് അവളുടെ ശക്തി ഇത്രയും കൂടുമെന്ന് അവർ വിചാരിച്ചില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും വലിയ മാജിക് ബീസ്റ്റിനെ അയക്കാമെന്ന് അവർ പറയുന്നു. ഇപ്പോഴാ ബീസ്റ്റിനെ കൊന്നു കഴിഞ്ഞിട്ട് അവർ 3 പേരും അടുത്തുള്ള വില്ലേജിലേക്ക് വന്ന അവിടുത്തെ ജനങ്ങളോട് അവർ ആ ബീസ്റ്റിനെ കൊന്നു എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ അത് കേട്ട് അവിടുത്തെ ആൾക്കാർ പ്രത്യേകിച്ച് നന്ദിയൊന്നും പറയുന്നില്ല. കാരണം അവർ എൽഫുകളല്ലേ. വില്ലേജസ് അവരോട് നന്ദി പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവർ 3 പേരും നടന്നു വരുമ്പോൾ അവർക്ക് നേരത്തെ വഴി പറഞ്ഞു കൊടുത്ത് സഹായിച്ച ആ കുട്ടികൾ അവരുടെ അടുത്തേക്ക് വന്ന് അവർക്ക് വേണ്ടി ആ ബീസ്റ്റിനെ അവർ കൊന്നതുകൊണ്ട് ആ കുട്ടികൾ അവരോട് നന്ദി പറയുന്നു. അത് കേട്ട് ടെസിക്കും അവളുടെ ഫ്രണ്ട്സിനും സന്തോഷമായി. ഇതിനുശേഷം കാണിക്കുന്നത് അവളുടെ മുത്തച്ഛൻ വീര്യോണെയാണ്. നടന്ന സംഭവങ്ങളെല്ലാം അറിയുന്ന വീര്യോണാവട്ടെ എല്ലാ കാര്യങ്ങളും സൈറസ് അക്കാഡമിയുടെ ഹെഡ് മാസ്റ്റർ സിന്ധിയോട് പറയുന്നുണ്ട്. അതുപോലെ അവളെ ആ സമയത്ത് സഹായിച്ചത് ആർത്തർ ആണെന്നും ഇവിടെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ടെസിയും അവളുടെ ഫ്രണ്ട്സും തിരിച്ചു വന്നു. അപ്പൊ അവിടെ വെച്ച് വിയോയും ഫെയറിത്തും അവരിനി സൈറസ് അക്കാഡമിയിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ വെച്ച് വീണ്ടും ആർത്തറിനെ കാണാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ടെസി ആവട്ടെ, എന്ത് നിങ്ങൾക്ക് എങ്ങനെ ആർത്തറിനെ അറിയുന്നേ? അതെന്തൊരു ചോദ്യാ, ഞങ്ങൾക്ക് ആർത്തറിനെ നേരത്തെ അറിയാലോ. പണ്ട് ഞങ്ങൾ അവന്റെ കൂടെയാണ് സൈറസിലേക്ക് വന്നത്. അന്ന് അവന്റെ അമ്മ ഞങ്ങളോട് നല്ലതുപോലെ പെരുമാറി. എന്തൊരു നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് അവര്. ഓ എനിക്കും ഓർമ്മയുണ്ട്. അവര് ബേക്ക് ചെയ്ത സ്വീറ്റ്സ് നമുക്ക് തന്നിരുന്നു. പിന്നെ അവന്റെ അനിയത്തി എലനോർ വളരെ ക്യൂട്ടാണ്. അതുപോലെ മിസ്റ്റർ റെയ്നോൾഡ് ഒരു നല്ല ആർഗ്യുമെന്റർ ആണ് എന്ന് പറഞ്ഞ് അവർ 2 പേരും ആർത്തറിനെയും അവന്റെ ഫാമിലിയെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ടെസിക്ക് കുശുമ്പായി. ശേഷം ടെസി ആർത്തറിനെ കാണാൻ വേണ്ടി അവന്റെ വീടിന്റെ ഗേറ്റ് വരെ എത്തി. അവനെ കാണുമ്പോൾ എന്തൊക്കെ പറയണമെന്ന് വരെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ അമ്മ അവളുടെ പുറകിലൂടെ വന്ന് അവളെ വിളിച്ചു. അപ്പൊ എന്താണെന്ന് അറിയില്ല. ടെസിയ അവരോടൊന്നും പറയാതെ അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ച് ഓടി വരുന്നു. ആർത്തർ നീ ഇത് എവിടെയാടാ എന്ന് പറഞ്ഞ് ടെസിയ അവിടെ നിന്ന് ഓടി പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ച് തോന്നിയ കാര്യങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ ആനിമോ.